ആദ്യം തല്ലുന്നത് ഇളയ മകൻ സിജു. പൈപ്പ് കഷ്ണം കൊണ്ട് സിജു തങ്കപ്പനെ അടിക്കുകയായിരുന്നു. തുടർന്ന് മരുമകൾ സൗമ്യ. നീളമേറിയ കമ്പുമായി സൗമ്യ പിന്നാലെ എത്തി അടിച്ചു. നിലത്ത് വീണ തങ്കപ്പനെ 2 തവണ കൂടി സൗമ്യ അടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പറക്കോട് സംഗമം നഗർ താളിയാട്ടുകോണത്ത് പുത്തൻവീട്ടിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. നിർദ്ദേശം മറികടന്ന് ഇളയ മകന്റെ വീട്ടിലേക്ക് കയറി ചെന്ന തങ്കപ്പനാണ് ആക്രമണത്തിനിരയായത്. അതേസമയം പ്രശ്നം പരിഹരിച്ചതായി തങ്കപ്പൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് മാറിയാ താമസിക്കുന്നു. അവർക്ക് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴ് മോനെ ചെന്ന് വിളിച്ചപ്പോ അവിടെ കയറില്ലെന്നാ നേരത്തെ പറഞ്ഞേക്കുന്നത്. എന്തിനാ അവിടെ കയറിയൊന്നും പറഞ്ഞുള്ള വരക്ക്, അല്ലാതെ മറ്റു പ്രശ്നമൊന്നും ഉള്ളതല്ലോ. അത് തീർന്നത് പോലീസിൽ കൊണ്ടുവന്നത് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും രമ്യതയാക്കി വിട്ടു. 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ സമീപവാസിയാണ് പകർത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അടൂർ പോലീസിന്റെ ഇടപെടൽ. ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം, അസഭ്യം വിളി, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് സിജുവിനും ഭാര്യ സൗമ്യയ്ക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. മദ്യപാനം ശീലമാക്കിയ ആളാണ് തങ്കപ്പനെന്നും ഇതേ തുടർന്നാണ് നേരത്തെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുമാണ് സൂചനകൾ. അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.